കൊടുക്കുക, ആശ്വാസം കൊടുക്കുക. അത് മരുന്നായിട്ടാവാം, നല്ല രണ്ട് വാക്കുകളായിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ചിലപ്പോൾ വീട്ടിലൊന്നും അവർക്ക് ആരും ഉണ്ടാവില്ല പറയാൻ. അപ്പം അവർ പറയുന്നത് കേൾക്കാൻ ഒരു നല്ല കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആയിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. അവരുടെ പകുതി അസുഖങ്ങൾ തീരും. എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, മുമ്പത്തെ കാലത്തെ ഡോക്ടറായിരുന്നു. അപ്പം അച്ഛൻ പല കഥകളും പറയും. രാത്രി ഊണ് കഴിക്കാനിരിക്കുമ്പോൾ പല കഥകളും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ പറയും, ഇന്നിപ്പോൾ ഒരു സ്ത്രീ വന്നു, അവർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ വന്ന് ഡോക്ടറെ കണ്ട് 2 വാക്ക് സംസാരിച്ചപ്പോഴേക്കും എൻ്റെ അസുഖമൊക്കെ പോയി. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് തോന്നുകയാണ് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കേട്ട് കൊടുക്കണം. ദാറ്റ് ഇസ് വൺ. ഡോക്ടർ ഇസ് സംബഡി ഹൂ ഹീൽസ്, സോ ബി ദ ഹീലർ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബീച്ചിൽ എപ്പോഴാണ് പോവാ? ഒരു ഔട്ടിങ്ങിന് പോകും അല്ലേ? പാർക്കിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ എപ്പോഴും പോവാം? ഫാമിലിയോടുകൂടി ഹാപ്പി ആയിട്ട് അല്ലേ ട്രിപ്പിന് പോകും. ആരെങ്കിലും സന്തോഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവോ? ഇല്ലല്ലോ. ആരെങ്കിലും പോയിട്ടുണ്ടോ? ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു മനുഷ്യൻ, ഈ ഞാനടക്കം, ഒരു ഹോസ്പിറ്റലിൽ ഈശ്വര പേഷ്യൻ്റായിട്ട് പോകരുതെന്ന് വിചാരിക്കുന്ന ആളാണ് അല്ലേ? അപ്പം നിങ്ങളൊക്കെ നാളെ ഡോക്ടേഴ്സായി ഹോസ്പിറ്റലിൽ നിങ്ങളൊക്കെ സേവനം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റുന്ന ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആവില്ല. പക്ഷെ എന്നാലും ഒരു ഫോണ് വിളിച്ചതാ, ഞാൻ ഇന്നാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട് കേട്ടോ, പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു വഴികാട്ടിയാണ്, ഈ ഒരു എക്സ്ട്രാ ഹെൽപ്പ്, ഗോ ദ എക്സ്ട്രാ ഇഞ്ച് ടു ഹെൽപ്പ് സംബഡി. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ബ്രെയിൻ എന്ന് കേൾക്കും. എല്ലാവരും പുറത്തേക്ക് പോവാ, ഇവിടെ ഡോക്ടർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? എല്ലാവരും പറയുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല. കുറേ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ പുറത്ത് കുറച്ചും കൂടി ചിലപ്പോൾ ഫ്യൂ അവേഴ്സ് കുറച്ചും കൂടി നല്ല സാലറി ഒക്കെ ആവും. എന്നാലും നിങ്ങളിൽ പറ്റുന്നവർ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ നിങ്ങളുടെ നാടിന് കൊടുക്കുക. നിങ്ങളുടെ പുട്ട് യുവർ ഇൻപുട്ട് ഇൻ ടു യുവർ ഓൺ ലാൻഡ്, യുവർ ഓൺ പീപ്പിൾ. ദിസ് ഇസ് യുവർ പ്ലേസ്. മേക്ക് ഇറ്റ് എ ബെറ്റർ പ്ലേസ് ആൻഡ് ഡു യുവർ ബിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. വളരെ നല്ലൊരു പരിപാടിയാണ്. ഇവരുടെയൊക്കെ പേഷ്യൻസ് നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഞാൻ കാണുന്ന പേഷ്യൻസ്. എന്നോട് അവർ സംസാരിക്കാറില്ല, അവരൊക്കെ ഉറങ്ങുമായിരിക്കും. ഞാൻ അനസ്തറ്റിസ്റ്റാണ്. അപ്പോൾ സോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കരുത്. പേഷ്യൻറ്റിനോട് ജസ്റ്റ് ഹലോ ഞാൻ ഇന്ന ആളാണ്, ഇപ്പോൾ അത് ഓർക്കാൻ പോവാണ് കേട്ടോ, അല്ലെങ്കിൽ ആ സ്പൈനിൽ തരാൻ പോവാണ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് യു. വിഷിംഗ് യു എ സ്പാർക്ലിംഗ് സക്സസ്.